ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നന്ദിനിയടുത്ത് ഇങ്ങനെ നമ്മുടെ വേദയായിട്ട് സംസാരിക്കുകയാണ്. അപ്പം വേദ പറയുന്നുണ്ട്, നോക്കണ്ട, പൊതിച്ചോറ് കൊണ്ടുപോയത് നല്ലൊരു കാര്യത്തിന് തന്നെയാണ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കാണാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ പിന്നെ കാണിക്കുന്ന നമ്മുടെ വിശ്വത്തിനെയാണ്. വിശ്വം ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ്. സൂപ്പറായിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്, കുട്ടപ്പനായിട്ടുണ്ടെന്നൊക്കെ പറയും കേട്ടോ. ഇന്നാ ചോറ് എന്ന് പറയും കേട്ടോ. ചോറും ഭക്ഷണമൊക്കെ കൊടുക്കുവേ. അതിനുശേഷം പറയും 2 പഴവും കൂടെ വെച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും വിശക്കില്ല, അപ്പോൾ കഴിക്കാനാന്ന് പറയുവേ. നല്ലൊരു തുടക്കമാവട്ടെ നമ്മുടെ ലൈഫിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ നന്ദിനി കുറച്ച് പൈസ എടുത്തിട്ട് ചുരുക്കി കൂട്ടി വെച്ചിരുന്ന കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് ചോദിക്കും. പല സമയങ്ങളിലായിട്ട് കിട്ടിയ പൈസ ഇങ്ങനെ ചുരുക്കി കൂട്ടി വെച്ചിരുന്നതാണ്, വിശ്വത്തിന് ഏതൊക്കെയാലും നല്ലൊരു കാര്യത്തിനല്ലേ പോകുന്നത്, അപ്പോൾ ഇതും കൂടെ കയ്യിൽ വെച്ചോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിന് ഒരു നാണോ ഇല്ലാതെ അതൊക്കെ മേടിച്ച് അങ്ങനെ കൈ വെക്കുന്നുണ്ടേ. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട്, ഇനി വിഷുവേട്ടനൊന്നും മാറ്റം വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നിങ്ങനെ നന്ദിനി പറയും കേട്ടോ. അപ്പം വിഷുവിനും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെയും പ്രാർത്ഥന അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടെ പോകാനായിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് ഇറങ്ങുകയാണേ. അടുത്തായിട്ട് കാണിക്കുന്ന നമ്മുടെ അച്ഛനും അമ്മയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരിക കേട്ടോ. അപ്പോൾ തോട്ടത്തിലൊക്കെ പോയിട്ട് അവിടുന്ന് വെണ്ടയ്ക്കയും അതുപോലെ തന്നെ പാവലും ഒക്കെ പറിച്ചിട്ടാണ് വരുന്നത്. ഒരു പാത്രത്തിനകത്താണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ, മുറത്തിൽ. അപ്പോൾ വേദേ, നീ ഇതുകൊണ്ട് അകത്ത് വയ്ക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദിൻ്റെ അടുത്ത് ഓടി ചെന്നിട്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അത് തട്ടിപ്പറിച്ച് ഉള്ളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവേ. അപ്പോൾ ഉള്ളിലേക്ക് കയറുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ വിശ്വൻ ഇങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് ഒരുങ്ങി വരിക കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്കും നന്ദിനിയുടെ ഇങ്ങനെ കണ്ണ് തള്ളിയിട്ട് മുന്നിലോട്ട് വെച്ച് കാലിങ്ങനെ പുറകിലോട്ട് എടുത്ത് വെച്ച് പുറകിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരിക കേട്ടോ. അപ്പോഴത്തേക്കിനും പറയും, ഇതേ ഇങ്ങോട്ട് നോക്കി, ഇതാരാ വരുന്നതെന്ന് നോക്കാനൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും എല്ലാവരും മുറ്റത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഒരു ആശങ്കയാവും കേട്ടോ, ഇതെന്താ, നീ എവിടെ പോവാന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നേരം പറയും, അതൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വ നേരെ അച്ഛൻ്റെ അടുത്ത് ചെല്ലും കേട്ടോ. അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയും. അതിനിടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ട്, പതിവ് നാടകം തുടങ്ങിയോ, എല്ലായ്പ്പോഴും ഇൻ്റർവ്യൂവിന് പോകാറാണല്ലോ ഉള്ളത്. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുമ്പം ഇത്തിരി ചില്ലറ കാശൊക്കെ പോക്കറ്റ് വെച്ച് കിട്ടുമല്ലോ, അതുകൊണ്ട് ഒരാഴ്ച പോകാനുള്ള ചിലവിനുള്ളതൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത നാടകമായിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരിക്കും എന്നിങ്ങനെ അച്ഛൻ പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനിയടുത്ത് ചെന്നിട്ട് പറയും, അച്ഛാ ഇതിപ്പോൾ ഇൻ്റർവ്യൂവിനല്ല പോകുന്നത്, ജോലിക്കാണ് പോകുന്നത്. വേദയുടെ ഫ്രണ്ടിൻ്റെ ഒരാൾ സ്റ്റീൽ കമ്പനിയിൽ ജോലി തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ കമ്പനിയിലാണ് ജോലി, സൂപ്പർവൈസറാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അച്ഛനെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോഴത്തേക്കിനും അച്ഛൻ പറയും, ഇപ്പം അനുഗ്രഹിക്കാൻ സമയമായിട്ടില്ല. നമ്മുടെ സ്റ്റീൽ കമ്പനിയിലല്ലേ, സ്റ്റീൽ കമ്പനിയുടെ സൗണ്ടും സിമെൻറ്റ് ഉരയുന്ന സൗണ്ടും അതുപോലെ തീപ്പൊരി എല്ലാം കൊണ്ട് ദേഹത്ത് പ്രശ്നം ആയില്ലെന്ന് പറഞ്ഞാൽ ഇവൻ തിരിച്ചു വരില്ലെന്ന് എന്താ ഉറപ്പ് എന്നിങ്ങനെയൊക്കെ അച്ഛൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും മാഷ് എങ്ങനെയാണെങ്കിലും ഒന്ന് അനുഗ്രഹിച്ച് വിടാൻ, നല്ല രീതിയിൽ വന്നതല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും പറയും, അത് ഞാൻ അനുഗ്രഹിക്കത്തില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ, നേരക്കല്ലേ നീ പോയി സന്തോഷത്തോടെ പോയിട്ട് വാന്നും പറഞ്ഞുകൊണ്ട് മകനെ പറഞ്ഞയക്കുവേ. അപ്പോഴത്തേക്കിനും നന്ദിൻ്റെ അടുത്ത് ചോദിക്കുക, ഇതിനായിരുന്നല്ലേ പൊതിച്ചോർന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. പിന്നെ അമ്മ വന്നിട്ട് വേദയുടെ അടുത്ത് വന്നിട്ട് പറയും, നീ മോള് സത്യമുള്ളവളാ, മോൾ നന്മയുള്ളവളാണ്, മോളുടെ ജീവിതത്തിൽ നല്ലതേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേദയുടെ കൈ പിടിച്ച് ആശീർവദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വിശ്വം ബാഗൊക്കെ എടുത്തിട്ടിട്ട് പോവുകയാണ്. ശരി എന്നാന്ന് പറഞ്ഞ് പോവുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിയെ അടുത്ത് വേദയുടെ അടുത്തോട് ചെന്നിട്ട് വേദന ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുക കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കി ഇങ്ങനെ ഒരു ഫീലിങ്സ് ആവുന്നുണ്ട്. നമ്മുടെ വിക്രമൊക്കെ നോക്കി നിൽക്കുക കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ നന്ദിനി തൻ്റെ അമ്മേനെ വിളിക്കുകയാണ്. അപ്പോൾ മോളെ, അവൻ ജോലിക്ക് ഇറങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ, ഈ ജോലിയെങ്കിലും അവൻ മര്യാദയ്ക്ക് ചെയ്യാൻ പറയണേ മോളെ എന്നൊക്കെ പറയും. അപ്പോൾ നന്ദിനി അടുത്ത് പറയും, എല്ലായ്പ്പോഴത്തെയും പോലെയല്ല, ഇപ്പോൾ ഇത്തിരി മാറ്റമൊക്കെ ഉണ്ട്, വേദ കൂടുതൽ ജോലി ആയതുകൊണ്ട് അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടി കാണുമായിരിക്കും എന്നൊക്കെ പറയുവേ. മോള് എന്ത് ചെയ്യാൻ ചോദിക്കും. അന്നേരം പറയും, ശ്രീകുട്ടനുമായിട്ട് അവളിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പം മോള് അവനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും എല്ലാം ചോദിക്കുമ്പോൾ, എന്ത് ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നീ അതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾ എത്ര നാളിങ്ങനെ തുടരുമെന്നാണ്, ഇപ്പോൾ അവൾ കുഞ്ഞാണ്, കുറച്ച് 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കിനും അവൾ വലിയ കുട്ടി ആവത്തില്ലേ, അപ്പോഴത്തേക്കിനും എല്ലാം റെഡിയാക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രീചേടത്തിയുടെ മുഖം നോക്കാൻ ഇപ്പോൾ നല്ല സന്തോഷമുണ്ട്, ഇപ്പോഴും തെളിഞ്ഞ മുഖം എന്നിങ്ങനെ പറയും കേട്ടോ. എൻ്റെ വെളിച്ചത്തിന് കാരണം നീ തന്നെയാ വേദ,
നമ്മൾ തമ്മിൽ എന്തോ മുജ്ജന്മ കർമ്മ സുഹൃത്ത് ബന്ധമുണ്ട്, ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ അമ്മയായിരിക്കും നീ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിക്കുവാണേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ജന്മത്തിൽ നീ എൻ്റെ അനിയത്തിയായിട്ട് വന്നതെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, വാവു എൻ്റെ ഇങ്ങനെ പൊസിഷൻ മേലോട്ട് ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദിനി പറയും, കഷ്ടപ്പെടുന്നവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ ഒരു നല്ലൊരു മനസ്സ് വേണം എന്നിങ്ങനെ പറയുവാണേ. ഇത് നിന്നെ പുകഴ്ത്തിയിട്ട് പറയുമൊന്നും അല്ലെന്നിങ്ങനെ നന്ദിനി പറയും കേട്ടോ. അപ്പം നന്ദിനി അടുത്ത് ഇതൊന്നും അത്ര വലിയ സഹായമായിട്ട് കാണല്ലേ, ഇത് എൻ്റെ ഒരു കടമയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്നിങ്ങനെ വേദ പറയും കേട്ടോ. അടുത്തായിട്ട് വേദ ഇങ്ങനെ ചോദിക്കുവേ, നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ശ്രീജേടത്തി ഏറ്റവും ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? അല്ല, ശ്രീജേടത്തി ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം ശ്രീജേടത്തി പറയുവേ, ഇങ്ങനൊരു നല്ല ജോലിയൊക്കെ കിട്ടിയെന്ന് ഞാൻ ആദ്യം എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് വരും. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിൽ വിഷമമില്ല, പക്ഷേ ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ചെയ്യണം എന്നിങ്ങനെ ശ്രീജേടത്തി പറയുകയാണേ. അച്ഛൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ കാലം കഴിയുന്നിടം വരെ നല്ലൊരു താങ്ങായിട്ട് ഈ കുടുംബത്തിൽ തന്നെ കഴിയണം, അത്രയേ ഉള്ളൂ എനിക്ക് എന്നിങ്ങനെ പറയുകയാണേ. വെറുതെ അല്ല അമ്മയ്ക്ക് മൂത്ത മരുമകളെപ്പറ്റി പറയുമ്പോഴത്തേക്കിനും ഇത്ര നാവ്. നിങ്ങൾ നന്മയുള്ളവളാണ് ശ്രീചേടത്തി, എല്ലാം നന്നായിട്ട് വരും. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ കുശുമ്പിപ്പാറു ഏട്ടത്തിനെയാണ്. അപ്പോൾ കെട്ടിയവനും കെട്ടികളും കൂടെ വാതിലടച്ച് ഉള്ളിൽ കയറിയേ, അന്നത്തേക്കിനും കയ്യിലൊരു പൊതി ഉണ്ട് കേട്ടോ. ഇതെന്താന്ന് പറയും കേട്ടോ. ഇതൊരു ബോണ്ടയെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് കഴിക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും കെട്ടിയവൻ പറയുവേ, നീ കഴിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇതിൻ്റെ തരിയൊന്നും ഇവിടെ ഒന്നും വീഴാതെ നോക്കിക്കോണം. ഇനിയിപ്പോൾ നമ്മൾ ഒളിച്ച് കയറിയിരുന്ന് കഴിക്കുകയാണെന്ന് അവർക്ക് തോന്നണ്ടല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുക. അല്ല, പേടിയായിട്ടല്ല, ഇനി അതും കൂടെ പറയിപ്പിക്കണ്ടല്ലോ എന്നിങ്ങനെയൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പറയും, എന്നിട്ടിങ്ങനെ പറയുവേ, ഏതൊക്കെയായാലും ജോലി കിട്ടി, ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയല്ലോ, ഇനിയിപ്പോൾ അവരൊരു പങ്ക് വീട്ടിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശ്രീജേടത്തിയുടെ സ്വഭാവം വെച്ചിട്ട് ഒരു പങ്ക് അച്ഛനെ ഏൽപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പങ്ക് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കേണ്ടി വരത്തില്ലെന്നിങ്ങനെ ചോദിക്കുവേ. അപ്പോൾ കൊടുക്കണമെന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് കൊടുക്കേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേതാളവും വിക്രമാദിത്യനും അച്ഛനും അമ്മയും ശ്രീചേടത്തെയും എല്ലാവരും ഒറ്റക്കെട്ടാവും, നമ്മൾ മാത്രം പിന്നെ മാറി താമസിക്കേണ്ടി വരുമെന്നിങ്ങനെ പറയുകയാണേ. വീട് മാറാനോ? ഒരു 4-5 കൊല്ലം കൂടെ കഴിയാതെ ഒറ്റയ്ക്ക് വീട് മാറി താമസിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പത്രം, പാല്, ഇലക്ട്രിസിറ്റി, കറണ്ട് ബില്ല്, ആ ബില്ല്, ഈ ബില്ല് എല്ലാം കൂടി ആയിട്ട് വൈഫൈ, ഇതൊന്നെല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്കാണ് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അതെ, നമ്മളെന്തിനാ ഈ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞിട്ട് തല പൊണ്ണാക്കുന്നത്? നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാമെന്നേ. ഏട്ടൻ ആ ജോലിയൊന്നും ചെയ്യൂല, അതൊക്കെ കളഞ്ഞിട്ട് വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടും, നമുക്കിങ്ങനെ ആശ്വസിക്കാറില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ ആശ്വസിക്കാറില്ല എന്നിങ്ങനെ പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ കുശുമിപ്പാറ് ഏട്ടത്തിയമ്മ പറയുകയാണേ, പാലക്കീഴ് ഒരു അമ്പലം ഉണ്ടല്ലോ, അവിടെ ചെന്ന് 101 രൂപ ഉഴിഞ്ഞങ്ങ് ഇട്ടേക്ക്, ഈ ജോലി പോകണേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ. ശരിയാണ്, പ്രാർത്ഥിക്കാനും ഒരു കാരണമൊക്കെ വേണമല്ലോ എന്നിങ്ങനെ ഹസ്ബൻഡ് പറയുകയാണേ. അല്ലെങ്കിൽ 101 വേണോ, 51 പോരെ എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പോൾ പറയും, 101 അല്ല, 51 അല്ല, 101 തന്നെ കൊടുത്തോ എന്നിങ്ങനെ പറയാം കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രീചേടത്തേക്ക് മനസ്സുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് നല്ലൊരു ചൂടൻ കാപ്പി ഉണ്ടാക്കി നമ്മുടെ വേദയ്ക്ക് കൊടുക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്, കുംഭകോണം കോഫിയുടെ സൂപ്പർ ടേസ്റ്റാണുള്ളതെന്ന് ഇങ്ങനെ നമ്മുടെ വേദ പറയുകയാണേ. അമ്മ ഇങ്ങോട്ടോ പോകാനുള്ള പുറപ്പാടാണല്ലോ ഇങ്ങനെ വേദ പറയുവേ. അമ്പലം വരെ ഒന്ന് പോകണം. അപ്പോൾ ഈ ഉച്ചയ്ക്കോന്ന് ചോദിക്കും കേട്ടോ. ഇപ്പോഴേ പുറപ്പെട്ടെന്നാലേ ഉച്ചയൂണൊക്കെ ആവുമല്ലോ, ഉച്ചയൂണ സമയത്താകുമ്പോഴത്തേക്കിനും അങ്ങോട്ട് എത്താമെന്നിങ്ങനെ പറയുവാണേ. ഇത് കുറച്ച് ദിവസമല്ലോ ഇങ്ങനെങ്ങും അമ്പലത്തിൽ പോകുന്നതെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ശ്രീചേടത്തി പറയും, എല്ലാ വർഷവും ഇത് പതിവാണ്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് മുന്നേ ഒരാഴ്ച മുന്നേ ഇങ്ങനെ അമ്പലത്തിൽ പോവും, അത് കഴിഞ്ഞ് കുളിച്ച് തൊഴുതു വന്നിട്ടാണ് ഭക്ഷണം പോലും കഴിക്കുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണോ എന്നിങ്ങനെ ചോദിക്കുവേ. ഇനി 2 ദിവസം കഴിഞ്ഞ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ കുശുമ്പിപ്പാറ് ചേട്ടത്തിയമ്മയും ചേട്ടനും കൂടെ വരുവേ. അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് മിനി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒക്കെ പറഞ്ഞുകൊണ്ട് വരും കേട്ടോ. അപ്പോഴത്തേക്കിനും ഒരാൾ മിനി റിട്ടേൺസ് ഓഫ് ദി ഡേ ഒക്കെ പറഞ്ഞുകൊണ്ട് വരുവേ. അപ്പോൾ ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമുക്ക് ഒരു സന്തോഷമല്ലേ, നമുക്ക് ആഘോഷിക്കേണ്ടതെന്നിങ്ങനെ വേദ ചോദിക്കുവേ. എല്ലാ വർഷവും ഇതുപോലൊരു വർഷം അങ്ങനെ കടന്നു പോകും. പിന്നെ ഉണ്ണുന്നതിന് മുന്നേ വിളക്കിൻ്റെ അവിടെ ഞാനൊരു ഇല വയ്ക്കും, അത്രേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പം വേദ പറയും, നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ആഘോഷം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതങ്ങ് ആഘോഷിക്കും എന്നിങ്ങനെ പറയുകയാണേ.
നമ്മുടെ വീട്ടിൽ വെഡിങ് ആനിവേഴ്സറി വന്നു കഴിഞ്ഞാൽ നല്ല ആഘോഷമാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആഘോഷിക്കണമെങ്കിൽ കാശും വേണം എന്നിങ്ങനെ പറയും കേട്ടോ. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, എടുക്കുക പൊട്ടിക്കുക, എടുക്കുക പൊട്ടിക്കുക, എടുക്കുക പൊട്ടിക്കുക, അതല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങനെ കുശുമ്പ് പാറുവേട്ടത്തിൽ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും വേദ ചോദിക്കും, സന്തോഷിക്കുന്നതിന് പൈസയും വേണോ? അത് തന്നെ പറഞ്ഞത്, സന്തോഷിക്കണമെങ്കിൽ പൈസയും വേണം, പൈസ ഉണ്ടെങ്കിൽ സന്തോഷിക്കാനും പറ്റുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും വേദ പറയാണ്, അത്ര വലിയ എമൗണ്ട് ഒന്നും സന്തോഷിക്കുന്നതിന് മനസ്സുകൊണ്ട് എടുക്കണ്ടെന്നിങ്ങനെ പറയുവേ. ഒത്തിരി പൈസ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആഘോഷിക്കാമല്ലോ. എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ മേടിച്ച് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നന്ദിനിയിടത്തേക്ക് ദേഷ്യം വരും കേട്ടോ. ദൈവമേ, ഇവള് പറഞ്ഞ് സാരി ഒരു ഗിഫ്റ്റ് മേടിപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ. ഒരു സാരി മേടിക്കണമെങ്കിൽ മിനിമം കുറയാതെ 1000 രൂപ വേണം എന്നിങ്ങനെ മനസ്സിൽ പറയുവാണേ. എന്നിട്ട് വേദ അപ്പോഴത്തേക്കിനും ചോദിക്കും, എന്താ നന്ദിനിയടുത്ത് ആലോചിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും പറയുകയാണ്, നീ ഈ ഐഡിയ ആയിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാൻ പോകുമ്പം അച്ഛൻ എന്ത് പറയും ഇങ്ങനെ ആലോചിക്കുമായിരുന്നു പറയുവേ. അപ്പോഴത്തേക്കിനും അമ്മ പറയേ, അതെ മോളെ, നന്ദിനി പറഞ്ഞതാ കാര്യം, അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം, നിങ്ങളിരിക്കും, ഞാൻ പോയിട്ട് വരാമെന്നിങ്ങനെ അമ്മ പറയുവേ. അപ്പോഴത്തേക്കിനും അവരങ്ങോട്ടേക്ക് പോകും കേട്ടോ. അപ്പോഴത്തേക്കിനും വേദം നമ്മുടെ നന്ദിനി ഏട്ടത്തിയുടെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കും, നന്ദിനി ഏട്ടത്തി ആലോചിച്ചത് അച്ഛനും അമ്മയുടെ ഫംഗ്ഷൻ നമുക്ക് ആഘോഷിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരത്തില്ലേ എന്നല്ലേ നന്ദിനി ഏട്ടത്തി ആലോചിച്ചത് എന്നിങ്ങനെ വേദ ചോദിക്കുവേ. ആര് പറഞ്ഞു? ഇനി നീ അതും കൂടെ പറഞ്ഞുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോവേ. ഇവള് മൈൻഡ് റീഡിങ് പഠിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, സൂക്ഷിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കേ വേദ എന്ന് പറയുവേ. അടുത്തായിട്ട് നമ്മുടെ വിക്രമൻ്റെ മുറിയിലേക്ക് തട്ടിയൊന്നും തുറക്കാതെ അങ്ങോട്ടേക്ക് ചെല്ലു കേട്ടോ. അപ്പം നമ്മുടെ വിക്രമൻ ഡ്രസ്സ് മാറുകയാണേ. ഈ മുറിയിലേക്ക് വരലെന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ഓടിച്ചാടി കയറി വരും, എന്നാൽ പിന്നെ അറ്റ്ലീസ്റ്റ് ആ വാതിലൊന്ന് മുട്ടിയിട്ട് കയറി വന്നോടെ എന്നിങ്ങനെ ചോദിക്കേ. അതെങ്ങനെയാണ്, നാണോ മാനോ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടേ. അതെ, എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ കയറി വന്നത്. സ്നേഹം, മര്യാദ, അന്തസ്സ്, വിനയം, ഇതൊന്നും എനിക്കറിയില്ല. എന്നാൽ ഈ സകല ഗുണങ്ങളും ഉള്ള ആഭിജാത്യം അടക്കമുള്ള നിങ്ങളോട് ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വേദ പറയും കേട്ടോ. അങ്ങേക്ക് സമയം ഉണ്ടാവോ ആവോ എന്നിങ്ങനെ ചോദിക്കുക. നീ ഒന്ന് പോടി എന്ന് പറയുന്നുണ്ടേ. അയ്യോ, അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് കീ എടുക്കും കേട്ടോ. ഞാനൊരു കാര്യമായിട്ടുള്ള കാര്യം പറയാനായിട്ടാണ് വന്നതെന്ന് പറയുവേ. നീ ആ കീ ഇങ്ങോട്ട് താടി. മര്യാദ ലംഘിച്ച് ഈ റൂമിലേക്ക് കയറി വന്ന ആളല്ലേ ഞാൻ. ഇനി എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നിട്ട് പോയാൽ മതി എന്നിങ്ങനെ വേദ പറയുവേ. ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാ നിങ്ങൾ പറയട്ടാ, എന്നാൽ പെട്ടെന്ന് ചോദിച്ച് തൊലയ്ക്കെന്ന് പറയും കേട്ടോ. അല്ല, പറയാനല്ല, ചോദിക്കാനാണ് വന്നത് എന്നിങ്ങനെ പറയുവാണേ. ഇരിക്കടോ എന്ന് പറയുവേ. എന്നിട്ട് വിക്രം പോയി ബെഡിലിരിക്കും കേട്ടോ. അപ്പോൾ വിക്രമിനെ അഭിമുഖമായിട്ട് കസേര ഇട്ടിട്ട് നമ്മുടെ വേദ ഇരിക്കുക. എന്നിട്ട് ചോദിക്കും, ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുവേ. പറയണമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും വിക്രമൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് എണീറ്റ് പോവേ. അപ്പോഴത്തേക്കിനും വേദ വിക്രമൻ്റെ കൈ കയറി പിടിക്കും കേട്ടോ. ഞാൻ ചോദിച്ചതേ ആണിനും പെണ്ണിനും ഇടയിലുള്ള സ്നേഹത്തെ പറ്റിയിട്ടല്ല, അച്ഛൻ, അമ്മ, ബന്ധുക്കൾ എന്നിവരുടെ ഇടയിലുള്ള സ്നേഹത്തിനെ പറ്റിയിട്ടാണെന്ന് ഇങ്ങനെ പറയുവേ. അവരൊക്കെ തമ്മിലുള്ള ഈ ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, അതൊക്കെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ വിക്രമൻ, നിൻ്റെ അച്ഛൻ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും വേറെ എന്ന് പറയുമ്പോൾ, നിൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയത്തി, ചേച്ചി, പിന്നെ ജെന്റിൽമാൻ, ഇവരെല്ലാവരും നിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് വാ 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നീ മെൻ്റൽ തരാം, പോകത്തില്ല എന്ന് പറഞ്ഞു ഇരിക്കുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ചങ്ങലക്കിട്ടും തൂക്കി അടിച്ചുമൊക്കെ വളർത്തിക്കൊണ്ട് വന്നിരുന്ന ആ കുട്ടി ഇപ്പം ചെന്നെത്തിയ വീട്ടിൽ കൂടുതൽ മനോനിലയുമായി ബന്ധപ്പെട്ട് മനോരോഗിയായി തീരാൻ ചാൻസ് ഉണ്ട് എന്ന് അവർക്കറിയാം. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ മനസ്സുണ്ടല്ലോ, അതാണ് സ്നേഹം എന്നിങ്ങനെ വിക്രം പറയുവേ. പറഞ്ഞ് തീർന്നല്ലോ. എൻ്റെ കുടുംബത്തിലെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞല്ലോ. എങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു ഉദാഹരണം പറ. എന്താ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ളതൊന്നും പറയാനായിട്ടില്ലേ എന്നിങ്ങനെ വിക്രമനോട് ചോദിക്കുകയാണേ. ഈ വീട്ടിലെ ഉദാഹരണം ഞാൻ തന്നെയാണെന്ന് പറയുവേ. അപ്പം നിങ്ങളാണോ ഈ വീട്ടിലെ സ്നേഹത്തിൻ്റെ നിറകുടം എന്നിങ്ങനെ ചോദിക്കുവാണേ. എടി, ഈ വീട്ടിലെല്ലാവർക്കും ഞാൻ തല്ലിപ്പൊളിയാണ്, ഗുണ്ടയാണ്, അക്രമിയാണ്. എന്നെപ്പോലെ ഒന്നിനും കൊള്ളാത്ത ഒരാൾ എന്തിനാ ജീവിക്കുന്നത് പോലും എൻ്റെ അച്ഛന് സംശയമുണ്ട്. എന്നിട്ടും ദേഷ്യമോ മാനക്കേടോ ഒന്നും വകവെക്കാതെ എന്നും ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നില്ലേ? എൻ്റെ അമ്മയുടെ കൈ കൊണ്ട് ഒരു ഉരുള ചോറെങ്കിലും കഴിക്കുന്നില്ലേ? അതും സ്നേഹം തന്നെയാണ്. അപ്പോൾ വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടേ,
സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം ത്യാഗം അനുഭവിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ നിൻ്റെ ഡൗട്ടൊക്കെ കഴിഞ്ഞല്ലോ, ആ ചാവിയും കീ ഇങ്ങോട്ട് തരാൻ പറയുവേ. ആ, കീയൊക്കെ തരാം, അതിന് മുന്നേ ഒരു കുഞ്ഞു കഥ കൂടി പറയട്ടെ എന്ന് പറയും കേട്ടോ. എൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നതെന്ന് എനിക്കറിയാം, പക്ഷേ ഇങ്ങനെ കഥ പറഞ്ഞ് ബോറടിപ്പിച്ച് കൊല്ലുന്നത് നീ മാത്രമായിരിക്കും നശൂലം എന്നിങ്ങനെ പറയുവേ. വേതാളെന്നുള്ള മാറ്റിയോ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും കൂൾ കൂൾ എന്ന് പറയുവേ. അപ്പോൾ ഇന്നത്തെ വേതാള കഥ ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്